ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് അസം. ആസാമിനെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഉൽഫ ഐ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. അതിൽ ഈ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം അല്ലെങ്കിൽ ഉൽഫ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് അവർ ഇന്ത്യയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറായി വന്ന ഒരു ഗ്രൂപ്പാണ്. എന്നാൽ അത്തരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നും ആസാമിന്റെ സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ തന്നെ വേറൊരു ഗ്രൂപ്പുണ്ട്. അതാണ് ഉൽഫ ഐ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ അവർ പറയുന്നത് മ്യാൻമാറിൽ ഉള്ള അവരുടെ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ്. ഇന്ത്യ 100ഓളം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിമാരകമായ ആക്രമണം നടത്തിയെന്നും അവരുടെ നിരവധി പോരാളികൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരൊരു വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ആർമി ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഈ ഒരു ആക്രമണം സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഉൽഫ ഐ എന്ന് പറയുന്ന ഈ വിഘടനവാദ ഗ്രൂപ്പ് പറയുന്നത് ഇന്ത്യ ആക്രമണം നടത്തിയെന്നാണ്. നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത കവർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് മ്യാൻമാറിൽ ആക്രമണം എന്ന് ചോദിച്ചാൽ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വിഘടനവാദ ഗ്രൂപ്പുകളെല്ലാം തന്നെ അവരുടെ മെയിൻ ബേസ് മ്യാൻമാർ കേന്ദ്രമായിട്ടാണ്. എന്ന് വെച്ചാൽ മ്യാൻമാറിലാണ് അവരുടെ എല്ലാ സൗകര്യങ്ങളും കേന്ദ്രങ്ങളും ഒക്കെ ഉള്ളത്. അവിടെ നിന്ന് അതിർത്തി കടന്ന് ഇന്ത്യക്കുള്ളിലേക്ക് വന്ന് ആക്രമണം നടത്തുകയും തിരിച്ച് മ്യാൻമാറിലേക്ക് പോവുകയുമാണ് ഇവർ ചെയ്യാറുള്ളത്. എങ്ങനെയാണോ പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാൻ ഭീകരവാദികൾ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ വന്ന് ആക്രമണം നടത്തി തിരിച്ചു പോകുന്നത്, അതുപോലെയാണ് മ്യാൻമാറിലും സംഭവിക്കുന്നത്. പക്ഷേ ഇവരിങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും 1000 തവണ ശ്രമിക്കുമ്പോൾ അപൂർവമായിട്ടാണ് ഒരെണ്ണം സക്സസ് ആവുന്നത്. കാരണം ഇവരുടെ ആക്രമണങ്ങളെ ചെറുക്കാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള സംവിധാനങ്ങൾ ഇന്ത്യ അതിർത്തിയിൽ ഓൾറെഡി സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സേന വളരെ സജീവമായിട്ടുണ്ട് താനും. പക്ഷെ എങ്കിലും അവർ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ലോക്കലായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് അവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ അവരുടെ അറ്റംപ്റ്റ് വിജയിക്കാറുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വല്ലപ്പോഴുമൊക്കെ ചില ആക്രമണങ്ങളുടെ വാർത്ത നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉൽഫ ഐ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അവരുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ തത്വത്തിൽ ഇന്ത്യ മ്യാൻമാറിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇന്ത്യ അത് ഒഫീഷ്യലായിട്ട് എവിടെയും അക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല. ഒരുപക്ഷെ മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നമ്മളൊരു ആക്രമണം നടത്തിയെന്നത് ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് മ്യാൻമാറിന്റെ ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാം. ഒരു വശത്ത് അരാക്കൻ ആർമിയുണ്ട്, കുക്കികളുണ്ട്, പല പല ഗ്രൂപ്പുകൾ ഇന്ന് മ്യാൻമാറിന്റെ പല പ്രദേശങ്ങളും കൺട്രോൾ ചെയ്യുകയാണ്. മ്യാൻമാർ മിലിറ്ററിക്ക് അല്ലെങ്കിൽ ഒഫീഷ്യൽ ഭരണകൂടത്തിന് ഇന്ന് മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യത്ത് മുഴുവൻ പ്രദേശങ്ങളിലും ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവകാശമോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അവർക്ക് കൺട്രോൾ ഇല്ല. ശരിക്കും പറഞ്ഞാൽ മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യം ഒരു സിവിൽ വാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ആരടുത്ത് പറയും? ഇപ്പോൾ മ്യാൻമാർ മിലിറ്ററിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം മിലിറ്ററിക്ക് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഈ മ്യാൻമാറിന്റെ അതിർത്തി സംസ്ഥാനങ്ങളിൽ വലിയ കൺട്രോളൊന്നും ഇപ്പോഴില്ല. മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ കയ്യിലാണ്. ചിൻ ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ലാൻഡുകൾ അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ നിന്നുകൊണ്ടാണ് ആസാമിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം ഐ എന്ന് പറയുന്ന വിഭാഗക്കാരും ഉള്ളത്. അപ്പോൾ ഇവരുടെ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ നമുക്ക് മുൻപൊക്കെ ആണെങ്കിൽ ഒരു 6-7 വർഷം മുമ്പാണെങ്കിൽ മ്യാൻമാർ ഗവൺമെന്റുമായിട്ട് നമ്മൾ സംസാരിക്കും, ജോയിന്റ് ഓപ്പറേഷൻ നടത്തുമായിരുന്നു. മ്യാൻമാർ മിലിറ്ററിയും ഇന്ത്യയും ചേർന്നുകൊണ്ട് മ്യാൻമാറിന്റെ ഉള്ളിൽ ജോയിന്റ് ഓപ്പറേഷൻ നടത്തിയിട്ടാണ് ഇങ്ങനെയുള്ള വിഘടനവാദ ഗ്രൂപ്പുകളെ തകർത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരിക്കലും മ്യാൻമാർ ഗവൺമെന്റിന്റെ സപ്പോർട്ട് കിട്ടില്ല. കാരണം അവർക്ക് തന്നെ അവരുടെ ഈ പ്രദേശങ്ങളിൽ കൺട്രോൾ ഇല്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇന്ത്യ ഈ അവരോട് ആവശ്യപ്പെടാതെ നേരിട്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. 100ഓളം ഡ്രോണുകൾ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇന്ത്യ ഒഫീഷ്യലായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഇത് നടന്നു എന്ന് നമുക്ക് തീർച്ച പറയാൻ പറ്റില്ല. ബട്ട് ഈ ഒരു ഗ്രൂപ്പ് പറയുന്നത്, ഉൽഫ ഐ എന്ന് പറയുന്ന ഗ്രൂപ്പ് പറയുന്നത് അവരുടെ നിരവധി കമാൻഡർമാർ മരണപ്പെട്ടിട്ടുണ്ട്, അവരുടെ ഫോട്ടോസൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ആക്രമണം നടന്നിരിക്കാം. അത് ഇന്ത്യ നടത്തിയതാണോ അല്ലയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.